ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 തുല്യതാ കോഴ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ ആദ്യത്തെ പാർട്ടായിട്ടുള്ള ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഫസ്റ്റിലെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ട് ആദ്യം കാണണം. നമുക്കൊരു ഓർഡറിൽ അങ്ങനെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഓർഡർ വൈസ് ആയിട്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയെ കുറിച്ചിട്ടൊക്കെ പഠിച്ചില്ലേ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏകകക്ഷി മേധാവിത്വത്തിൻ്റെ കാലഘട്ടം എന്ന ചാപ്റ്ററാണ്. ഇതിൽ നമ്മൾ പറയുന്നത് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകളാണ്. അതിനു മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പോലെയാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലായിരുന്നു. ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1951-52 കാലഘട്ടങ്ങളിൽ. അന്നത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് സുകുമാർ സെൻ ആണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയണതേ ഭയങ്കര സംഭവബഹുലമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ചരിത്രത്തിൽ തന്നെ വളരെ വലിയൊരു സംഭവമായിട്ടുള്ളതാണ് ആദ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത്. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയൊരു വിജയം അന്നത്തെ കാലഘട്ടത്തിൽ നേടിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രത്യയശാസ്ത്ര സഖ്യം എന്ന നിലയിൽ കോൺഗ്രസ് വിഭിന്ന ചേരികളെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അപ്പം വൺ വേർഡിനൊക്കെ ചിലപ്പം ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ നോക്കാം. ഇതെപ്പോഴും എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വിസിബിൾ ആണോ എന്ന് അറിയില്ല. ഇനിയിപ്പോൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാൻ പറയണത് കേട്ടാൽ മതി കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് പഠിക്കാതെ ഒന്ന് ചിന്തിക്കുക. ആദ്യമായിട്ട് ഒരു എലക്ഷൻ നടക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലാണ് ആദ്യമായിട്ട് ഒരു എലക്ഷൻ നടക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലൊരു എലക്ഷന് അന്ന് നമുക്കാണെങ്കിൽ ഇന്നത്തെ പോലെ എഡ്യൂക്കേഷനും അങ്ങനത്തെ ഒന്നും കാര്യങ്ങളില്ല. നമ്മൾ നിരക്ഷരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ്? ഇപ്പം നമ്മുടെ നടക്കുന്ന ഇലക്ഷനൊക്കെ തന്നെ എടുത്തു നോക്കിയാലും മതി. നമുക്ക് എന്തൊക്കെ വേണം? വോട്ടർ പട്ടിക തയ്യാറാക്കണ്ടേ? വേണം, അത് വേണം. പിന്നെ നമ്മുടെ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് നടക്കില്ലേ. അപ്പോൾ ആദ്യമായിട്ട് നടക്കുമ്പോൾ ഓരോ നിയോജക മണ്ഡലങ്ങളും എന്ത് ചെയ്യണം? അതിർത്തി നിർണ്ണയിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ബാലറ്റ് പേപ്പർ, ഇന്നിപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് അല്ലേ, അപ്പം ബാലറ്റ് പേപ്പറൊക്കെ അല്ലേ അന്നുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൂത്ത് കാര്യങ്ങളൊക്കെ വേണം, പെട്ടി വേണം അല്ലേ. ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഇന്ന് തന്നെ നമുക്കൊരു ഇലക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർക്കുക. കാരണം നിങ്ങൾക്ക് എക്സാമിന് പെട്ടെന്ന് എഴുതാൻ കിട്ടിയില്ലെങ്കിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ടെൻഷനൊക്കെ വന്നിട്ട് നമുക്ക് മറന്നു പോകില്ലേ. ചിലർ കാണാപ്പാടൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കണക്ഷൻ വിട്ടാൽ പിന്നെ കിട്ടൂല, അങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കുക. എന്ന് വിചാരിച്ച് നിങ്ങൾ പോളിംഗ് ബൂത്ത് ഉണ്ടായിരുന്നു, പെട്ടി ഉണ്ടായിരുന്നു, പിന്നെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതരുത് കേട്ടോ. എന്ത് ചെയ്യണം? നമ്മൾ എഴുതുന്ന സമയത്ത് ഞാൻ ഇത് പറഞ്ഞു തന്നെ എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറവി ആർക്കും സംഭവിക്കാം. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. പഠിക്കുമ്പോഴും കണക്ഷൻ വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഓർമ്മയിൽ നിൽക്കും. എന്നാൽ നമുക്ക് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ നോക്കാം അല്ലേ. അപ്പോൾ ഓരോ ബോക്സിൽ ഇങ്ങനെ നോക്കിപ്പോയാൽ മതിയേ. ആദ്യത്തേത് 1951 ഒക്ടോബറിനും 1952 ഫെബ്രുവരിക്കും ഇടയിലാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇയർ ഒന്ന് ഓർത്ത് വെക്കണേ. ആദ്യമായി നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കേണ്ടി വന്നു. ആദ്യമായി വോട്ടർ പട്ടിക തയ്യാറാക്കി. ആകെ 17 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. സാർവത്രിക പ്രായപൂർത്തി അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലെ വോട്ടെടുപ്പും. പിന്നെ പ്രചാരണം, പോളിംഗ്, വോട്ടെണ്ണൽ ഇതിനൊക്കെ കൂടി 6 മാസത്തോളം സമയം എടുത്തിട്ടുണ്ടായി. നമുക്ക് ഇന്നത്തെ പോലെ ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല അല്ലേ. കാരണം സാങ്കേതികപരമായിട്ടുള്ള ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. അങ്ങനെ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിലല്ലേ നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഒരു ഏകദേശം 6 മാസത്തോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, വോട്ടർമാരിൽ പകുതി പേർ വോട്ടവകാശം വിനിയോഗിച്ചു. വോട്ടർമാരിൽ കുറച്ച് പേര് എന്ത് ചെയ്ത് വോട്ടവകാശം വിനിയോഗിച്ചു. വോട്ടർമാരുടെ പ്രതികരണം ആശാവഹമായിരുന്നു കേട്ടോ. പിന്നെയാണ് 3200 നിയമസഭാ അംഗങ്ങളെയും 489 ലോകസഭാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കണം. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരാധിഷ്ഠിതമായിരുന്നു കേട്ടോ അന്നത്തെ കാലഘട്ടത്തിലും. ഇന്നാണെങ്കിൽ 15% വോട്ടർമാർ മാത്രമാണ് സാക്ഷരതരായിട്ടുള്ള ആൾക്കാരുള്ളൂ.
ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കും കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന രീതിയൊക്കെ ആയിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും വലിയൊരു രാജ്യത്ത് വോട്ടെടുപ്പ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അല്ലേ? ഇത്രയും വലിയൊരു രാജ്യത്ത് വോട്ടെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായിട്ടായിരുന്നു. ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ പെട്ടി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബാലറ്റ് പേപ്പർ നിക്ഷേപിക്കാൻ ബൂത്തിൽ ഓരോ സ്ഥാനാർത്ഥിക്കും എന്താണ്? ഓരോ പെട്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ വിവരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് എഴുതണം എന്നറിയോ? ആദ്യം ഇതിൻ്റെ ഇയർ എഴുതണം. ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 1951, 52 കാലഘട്ടത്തിലായിരുന്നു. പിന്നെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്ന് നമ്മൾ പറഞ്ഞത്? മറന്നുപോയോ? സുകുമാർ സെൻ. പിന്നെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ ചരിത്ര സംഭവമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ആണ് ഗംഭീര വിജയം നേടിയത്. പിന്നെ അതേപോലെ തന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറക്കരുതേ, സുകുമാർ സെൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതുക? ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിവരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം.